ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ആദിവാസി മധ്യവയസ്കനെ റോഡിൽ വലിച്ചൊഴിച്ച സംഭവത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒളിവിലായിരുന്ന വിഷ്ണു, നബീൽ എന്നിവരെയാണ് പിടികൂടിയത്. അനൂപ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനൂപ്, ഇവർക്കായി കഴിഞ്ഞ ദിവസം പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ന് പ്രതികൾക്ക് മേൽ കൂടുതൽ കുറ്റവും ചുമത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. മറ്റു വിശദാംശങ്ങൾ കൂടി. ആദിവാസി മധ്യവയസ്കനെ കാറിൽ റോഡിലൂടെ വലിച്ചിട്ട സംഭവത്തിലാണ് ഇപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റിലായത് പനമരം താഴേപ്പുരത്തിൽ TP നബീൽ കമർ, കുന്നുമൽ K വിഷ്ണു എന്നിവരാണ് ഇപ്പോൾ കോഴിക്കോട് വെച്ച് പോലീസിന് പിടിയിലായത്. നേരത്തെ തന്നെ ഇവർ ഒളിവിലായിരുന്നു. ഇവരുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു. വയനാട്ടിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് കടന്നുവെന്ന സംശയവും പോലീസിനുണ്ടായിരുന്നു. ഏതായാലും അത് സാധൂകരിക്കുന്ന വിധത്തിലാണ് മറ്റിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇവർ പോലീസിന്റെ വലയിലാവുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിലെ മറ്റു പ്രതികളായ അഭിരാം, അതോടൊപ്പം മുഹമ്മദ് അർഷിദ് എന്നിവരെ പോലീസ് കൽപ്പറ്റയിൽ നിന്നാണ് പിടികൂടിയത്. ആ ഘട്ടത്തിൽ ഇവർക്കൊപ്പം ഈ ഇപ്പോൾ പിടികൂടിയ പ്രതികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും അല്പസമയം മുൻപ് ഇവരെ കസ്റ്റഡിയിലെടുത്തു. മാനന്തവാടി SMS വിഭാഗം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവ സമയത്ത് ഈ കാറിൽ ഉണ്ടായിരുന്നവരാണ് ഈ 2 പേരും. ഇവർക്കെതിരെയും വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. മാനന്തവാടി പോലീസാണ് നേരത്തെ കേസെടുത്തത്. അത് പിന്നീട് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കേസുകൾ, അവർക്കെതിരെയുള്ള അതിക്രമം കൈകാര്യം ചെയ്യുന്ന കേസുകൾ കൈകാര്യം സ്പെഷ്യൽ സ്ക്വാഡിന് കൈമാറുകയായിരുന്നു. ട്രൈബൽ അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ഉൾപ്പെടെ ഇവർക്കെതിരെ ചുമത്തിയിട്ടുമുണ്ട്. ഏതായാലും ആ സംഭവത്തിൽ ഇതോടുകൂടി മുഴുവൻ പേരും പോലീസിന്റെ പിടിയിലായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവിലെ ചെമ്മാട് ഊരിലെ മാതിനാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയാവുന്ന സാഹചര്യം ഉണ്ടായത്. ഡോറിൽ കൈകുടുങ്ങി റോഡിലൂടെ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം വലിച്ചിരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം ആ ഒരു സാഹചര്യവും അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ഈ സംഘർഷവും അതിനെ മർദ്ദിക്കുന്ന സാഹചര്യം എല്ലാം കണക്കിലെടുത്താണ് കൂടുതൽ വകുപ്പുകൾ ഇവർക്കെതിരെ ഇന്ന് രാവിലെ പോലീസ് ചുമത്തുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പട്ടികജാതി വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരവും ഇവർക്കെതിരെ വകുപ്പുകൾ ചുമത്തിയിരുന്നു. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 പേരും പിടിയിലായിരിക്കും. ശരി, അനുഭവം വ്യക്തമാണ്. വയനാട്ടിൽ ആദിവാസി മധ്യവയസ്കനെയും റോഡിൽ വലിച്ചൊഴിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന 2 പ്രതികൾ കൂടി പിടിയിലായിരിക്കുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന വിഷ്ണു, നബീൽ എന്നിവരെയാണ് കോഴിക്കോട് വെച്ച് പോലീസ് പിടികൂടിയത്. KR അനൂപാണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.